ഇപ്പോൾ ലിഡിയ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ലിഡിയ, പുണ്യതീർത്ഥം അടുപ്പുകൾ തളിക്കുന്നു, ദേവിക്ക് അവരുടെ പൊങ്കാല അർപ്പിക്കുന്നു, നിവേദ്യം അർപ്പിക്കുന്നു, പ്രാർത്ഥനകളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളും എല്ലാം ചേർത്ത് നോക്കി ദേവിയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായി. ലിഡിയ ഇപ്പോൾ എവിടെയാണുള്ളത്? ഒരുപാട് മനുഷ്യർ, ഒരുപാട് സ്ത്രീകൾ, അതിൽ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകളൊക്കെ ഈ പറയുന്ന പൊങ്കാല അർപ്പിക്കണമെന്ന് നമ്മൾ കണ്ടതാണ്. ലിഡിയ ഇപ്പോൾ ആരോടൊപ്പമാണ് ഉള്ളത്? സുഹേൽ, ഞാനിപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സീരിയൽ നടിയൊക്കെ ആയിട്ടുള്ള അനുമോളുടെ ഒപ്പമാണ്. അനുമോൾ വർഷങ്ങളായി പൊങ്കാലയിടുന്ന ഒരു വ്യക്തിയാണ്. ഒരു പൊങ്കാല പോലും മുടക്കാത്ത വ്യക്തിയാണ് അനുമോൾ. അനുമോൾ ഇപ്രാവശ്യവും വന്ന് പൊങ്കാലയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി മടങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പൊങ്കാല? എന്തായിരുന്നു ഒരു അനുഭവം? നല്ല സെക്കൻഡ്. അനുമോൾ നിന്ന സ്ഥലം വലിയ ചൂടുള്ള, അതായത് ഈ ടാർ ഇട്ട റോഡിന്റെ സൈഡിലാണ് അനുമോൾ നിന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചൂടാണ്. അങ്ങോട്ട് മാറി നിന്നതാണ്. ഓക്കെ ആയോ? ഓക്കെ. ഇപ്രാവശ്യത്തെ ഒരു അനുഭവം എങ്ങനെയാണ്? നല്ലതാ. എല്ലാ വർഷത്തെ പോലെയും ഇപ്രാവശ്യം നന്നായിട്ട് ഇടാൻ പറ്റി. പിന്നെ ഇപ്പം എന്താ പറയുക, കുറച്ചും കൂടെ എനിക്ക് സ്പെഷ്യലാണ് ഈ ഒരു പൊങ്കാല എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് വലിയ വിജയങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷം കൂടിയാണ്. അതെ 2025, ഇപ്പം 2026 അപ്പം ഈ ഒരു വർഷവും നമ്മുടെ ആഗ്രഹത്തിന് പുറത്താണ് പൊങ്കാല ഇടുന്നത്. മനസ്സിലെ എല്ലാവരും, ഞാൻ മാത്രമല്ല, ഇവിടെ പൊങ്കാലിട്ട എല്ലാവരും ഓരോ ആഗ്രഹങ്ങളും മനസ്സിൽ കണ്ടിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പം ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. എൻ്റെ ആഗ്രഹം നടത്തി തരും ഉറപ്പായിട്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ പൊങ്കാല ഇട്ടപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ശരിക്കും വീണ്ടും ഈ കാണുന്നവരെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പൊങ്കാലിടാൻ വേണ്ടി വരുന്നത് തന്നെ. ലോകത്ത് എവിടെയായാലും ഈ പൊങ്കാല സമയത്ത് അനുമോള് ഇവിടെ അനന്തപുരിയിൽ തന്നെ ഉണ്ടാകുമെന്ന്. സ്വന്തം ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, ട്രിവാൻഡ്രംകാരിയാണല്ലോ. അപ്പൊ അതിൽ എനിക്ക് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ട്രിവാൻഡ്രംകാരി ആയതിൽ. എന്തായാലും എന്താ പറയണ്ടേ, പല ട്രിവാൻഡ്രം മാത്രം എനിക്ക് തോന്നുന്നു, ട്രിവാൻഡ്രം ടു കാസർഗോഡുള്ള ജില്ലയിലുള്ള എല്ലാ ആൾക്കാരും വന്നിടുന്നുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബാംഗ്ലൂരിൽ നിന്നും എബ്രോഡിൽ നിന്നും ഒക്കെ. അപ്പൊ നമുക്കത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പൊങ്കാല ഇടാൻ വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട് ആറ്റൂർ പൊങ്കാല. അപ്പൊ എല്ലാരും വന്ന് പൊങ്കാല ഇടട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ ഏത് ആഗ്രഹവും സാധിച്ചു തരും. മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അതെ 2027 പൊങ്കാലയിടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാ പ്രാവശ്യവും അമ്മ ഭാഗ്യം ഒരുക്കി തരാറുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഭാഗ്യം ഒരുക്കി തന്നു. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നാണ് അനുമോള് പറയുന്നത്. അതുപോലെ തന്നെ വലിയ വിശ്വാസിയാണ്, വലിയ ഭക്തയാണ് അനുമോൾ. എല്ലാ വർഷവും വന്ന് പൊങ്കാലയിട്ട് മടങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തന്റെ വിജയങ്ങൾക്കൊക്കെ പിന്നിൽ, ഈ കഴിഞ്ഞ വർഷമൊക്കെ വലിയ വിജയങ്ങളൊക്കെ അനുമോളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നിൽ അമ്മയുടെ അനുഗ്രഹമാണ് എന്നുള്ളതാണ് അനുമോള് പറയുന്നത്. പലതവണ പറഞ്ഞിട്ടുള്ളത് കൂടിയാണ്. അനുമോള് മാത്രമല്ല, ഭക്ത ലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് നിരവധി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു തരാൻ ശക്തിയുള്ള അമ്മയാണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. വലിയ ഐതിഹ്യങ്ങളുണ്ട്, വലിയ സംസ്കാരമുണ്ട് ഇതിന്റെ പിന്നിൽ. വലിയ അത്തരത്തിലുള്ള ഐതിഹ്യങ്ങളിലൊക്കെ വിശ്വസിച്ച് ആണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കണ്ണകി ചരിതം തുടങ്ങി തോറ്റമ്പാട്ട് പാടി തുടങ്ങുന്ന ഈ ഒരു പൊങ്കാല മഹോത്സവം ഇങ്ങനെ അവസാനത്തിലോട്ട് അടുക്കുകയാണ്. നാളെയാണ് പൊങ്കാല മഹോത്സവം അവസാനിക്കുക. എന്തായാലും ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ആത്മസംതൃപ്തിയോടെ, മനഃശാന്തിയോടെ തിരിച്ചു പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇനി അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു പൊങ്കാല വരുന്നത്. അത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷമാണ് അത് തിരുവനന്തപുരത്തേക്ക് അവർ എത്തുന്നത്. ദിവസങ്ങളോളം ഉറക്കമിളച്ചും അതുപോലെ തന്നെ കടത്തിണ്ണയിലും വരാന്തയിലും ഒക്കെ കിടന്നുമൊക്കെയാണ് അവർ ഈ പൊങ്കാലയ്ക്കായി ഒരുങ്ങുന്നതും അതുപോലെ തന്നെ അതിങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എനിക്ക് പിന്നിൽ കാണുന്ന ആളുകളൊക്കെ പൊങ്കാല കഴിഞ്ഞ് വലിയ ആത്മശക്തിയോടെ മടങ്ങുന്ന ആളുകളാണ്. ഇട്ടു അനുഗ്രഹമൊക്കെ വാങ്ങി മടങ്ങുക. ഇങ്ങോട്ടേക്കാ? കോട്ടയം. വലിയ സന്തോഷായി. ആദ്യമായിട്ടാ. തീർച്ചയായിട്ടും വലിയ സന്തോഷാണ്. ശരി. അമ്മയുടെ അനുഗ്രഹം ഒക്കെ കിട്ടി, വലിയ സന്തോഷം, സമാധാനം. ട്രെയിനും കൂടെ കിട്ടിയാൽ മതി.
അമ്മയുടെ അനുഗ്രഹമൊക്കെ കിട്ടി, ഇനി ട്രെയിനും കൂടെ കിട്ടണം, അതിനുള്ള ഓട്ടത്തിലാണ്. ട്രെയിനും ബസ്സും ഒക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. പ്രത്യേകിച്ച് KSRTC ഒക്കെ സ്പെഷ്യൽ സർവീസും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്, ഗതാഗത സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതൊക്കെ പിടിച്ച് വീട്ടിലേക്ക് എത്തണം. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരി ഇവിടെ നിന്ന് ലഭിക്കുന്ന മനസമാധാനമാണ്, ആത്മസംതൃപ്തി തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. എല്ലാവരും തന്നെ ഉടൻ, അതായത് ഈ നൈവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഈ കട്ടകളൊക്കെ എടുത്തു മാറ്റി തങ്ങളുടെ നിവേദ്യവുമായി വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ച, അനുഗ്രഹം വാങ്ങി ആത്മസംതൃപ്തിയോടെ മടങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ എനിക്ക് പിന്നിൽ കാണുന്ന ആളുകളൊക്കെ അത്തരത്തിൽ ട്രെയിനും ബസ്സും പിടിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ്. ആ ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും അവസാനത്തെ ഈ പൊങ്കാല മഹോത്സവത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാഴ്ച. നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ ഒരു ദിവസം നീണ്ട ഒരു പൊങ്കാല, ഉറക്കം വിളിച്ചുള്ള പൊങ്കാല, അത് കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ മനസമാധാനത്തോടെ തിരുവനന്തപുരം വരെയുള്ള വിശ്വാസികളായ സ്ത്രീകളുടെ ഒരു പരിച്ഛേദം കൂടിയാണ് ആറ്റുകാലിൽ കാണുന്നത്. അമ്മയിൽ എല്ലാം അർപ്പിച്ച്, അവരുടെ ആഗ്രഹങ്ങൾ അർപ്പിച്ച്, അവരുടെ പ്രാർത്ഥനകൾ അർപ്പിച്ച്, അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഒരു സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങാം എന്നൊരു തോന്നലുണ്ടാക്കി. എല്ലാം അമ്മയിൽ അർപ്പിച്ചിട്ടുണ്ട്, ഇനി പേടിക്കേണ്ട എന്ന ഒരു വല്ലാത്തൊരു ധൈര്യത്തിൽ അവിടെ നിന്ന് സ്ത്രീകൾ മടങ്ങുകയാണ്. വിശ്വാസികളായ ഓരോരുത്തരും മടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും തലസ്ഥാന നഗരത്തോളം സംബന്ധിച്ച്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നതാണ് പലയിടങ്ങളിൽ നിന്ന്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലായിടത്തും മനുഷ്യരുണ്ട്. അവർക്കൊക്കെ തിരികെ പോകാനുള്ള യാത്രാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഭക്തിസാന്ദ്രമായി കണ്ട തലസ്ഥാനത്തിന്റെ തിരുവീതികൾ വളരെ വേഗത്തിൽ തന്നെ പഴയ പടിയിലേക്ക്, ഈ പറയുന്നത് പോലെ തന്നെ അവിടെയുള്ള അടുപ്പുകളൊക്കെ മാറ്റി പഴയ പടിയിലേക്ക് തന്നെ വളരെ വേഗത്തിൽ കൂടി നീങ്ങും. അങ്ങനെ ആ ഒരു കാഴ്ചകൾ, സുന്ദരമായ കാഴ്ചകൾ, പെട്ടെന്ന് തന്നെ തിരികെ പോകുന്നൊരു മെക്കാനിസം ഒക്കെ നമ്മൾ നേരത്തെ കണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.